നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ബി.ജെ.പിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ എവിടെയാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായത്? ഇന്ത്യയിൽ തമിഴ്നാടും കേരളവും ബി.ജെ.പിക്ക് വഴങ്ങില്ല എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. എന്നാൽ ഇത്തവണ കേരളത്തിലെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ ബി.ജെ.പി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ നടത്തിയിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും. 11 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പി ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്, 8 ഇടങ്ങളിൽ രണ്ടാമതും. എന്നാൽ മുൻകാലങ്ങളിലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ ഇത് വലിയൊരു കുതിച്ചുചാട്ടമെന്ന് തന്നെ പറയാൻ കഴിയും. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ എന്നിവിടങ്ങളിൽ ബി.ജെ.പി ഒന്നാമതെത്തി. തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ 8 ഇടങ്ങളിലും ബി.ജെ.പി രണ്ടാം സ്ഥാനത്തെത്തി. ഇത് മാത്രമല്ല, മറ്റിടങ്ങളിലെല്ലാം തന്നെ ബി.ജെ.പി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ട്രെൻഡ് നിലനിർത്താൻ ബി.ജെ.പിക്കായാൽ കേരളവും ബി.ജെ.പിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഇതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനായാണ് പരസ്പരം പോരടിച്ച് തെരഞ്ഞെടുപ്പുകളിൽ എതിരെ മത്സരിച്ചിരുന്ന ശക്തരായ 37 ഘടകകക്ഷികൾ ചേർന്നുള്ള INDIA-യുടെ നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ള പ്രചരണം ശക്തമാക്കുന്നത്. അപ്പോഴും മൂക്കിന് താഴെ ബി.ജെ.പി കൈവരിച്ച ഈ നേട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല, INDIA-യുടെ ഘടകകക്ഷിയും കേരളം ഭരിക്കുന്നവരുമായ CPM നേരിട്ട ദയനീയ പരാജയത്തെക്കുറിച്ച് കമാ എന്നൊരക്ഷരം മിണ്ടുന്നുമില്ല. CPM-ന്റെ അനിഷേധ്യ നേതാക്കളും ജനപ്രിയരായ സഖാക്കളുമായ KK ശൈലജയുടെയും VS സുനിൽകുമാറിന്റെയും ഒക്കെ പരാജയം, ദയനീയ പരാജയം, CPM-ന്റെ പരാജയ ചരിത്രത്തിലെ പൊൻതൂവലുകൾ തന്നെയായി മാറിയിരിക്കുകയാണ്.